കൊച്ചമ്മ എണീറ്റ് വരുന്നതേ ഉള്ളോ? ഓ, സൂര്യൻ അങ്ങ് ഉദിച്ചു വരുന്നതേ ഉള്ളായിരിക്കും അല്ലേ? വന്നു വന്നിപ്പൊ എന്തു ആകാന്നായി. സൗമ്യമോൾ എണീറ്റിട്ട് എത്ര നേരായി? ഇതേ ഇവിടെ നടക്കത്തില്ല. ഇതൊക്കെ നിന്റെ വീട്ടിൽ പോയി കാണിച്ചോണ്ടാ മതി. ജിനുവേച്ചി, ഞാൻ അടുക്കള കയറി ഒരു കോഫി ഇട്ടിട്ടുണ്ടേ. ജിനുവേച്ചി ഉണ്ടാക്കുന്ന അത്രയൊന്നും വരത്തില്ല, എന്നാലും കുടിച്ചു നോക്ക്. എന്നാ അമ്മേ. ചേച്ചിക്ക് എന്ത് പറ്റി? വയ്യേ? ആ, പനിയായിട്ടുണ്ട്. വയ്യെങ്കിൽ കുറച്ച് സമയം കൂടി റെസ്റ്റ് എടുത്തുകൂടായിരുന്നോ? വേണ്ട മോളെ, പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. നിന്റെ പിള്ളേർക്ക് മാത്രമല്ല, സൗമ്യമോൾക്കും വല്ലതും കഴിക്കണം. അവക്കേ ജോലിക്ക് പോകാനുള്ളതാ. പോയി വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്ക്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഓ, ഒരു പനി അഭിനയം. അമ്മ എന്തിനാ ചേച്ചിനെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? പാവം, അതിന് വയ്യാത്തോണ്ടല്ലേ. പിന്നെ വയ്യെന്നും പറഞ്ഞ് തലയെ കയറ്റി വെച്ചാലേ ഇവിടുത്തെ പണിയൊക്കെ പിന്നെ മോളും ഞാനും കൂടെ ചെയ്യേണ്ടി വരും. മോക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ. ചെല്ല്. പാലൊക്കെ ആയിട്ട് നീ എവിടെ പോണ്? അമ്മേ, ഇത് പൊന്നൂസിനാ. പൊന്നൂസിന് പാല് വേണമെന്ന് പറഞ്ഞായിരുന്നു. എന്നാ അതിങ്ങി തന്നേക്ക്, സൗമ്യക്ക് കൊടുക്കാം. അവൾ അവിടെ പോയി എന്തോരം ജോലിയാ ചെയ്യുന്നത്, പാവം. മോളെ സൗമ്യ, നിക്ക്. ഇന്നാ ഈ പാല് കൂടെ കുടിച്ചിട്ട് പോ. പാലോ? വേണ്ടമ്മേ, ഞാൻ ചായ കുടിച്ചതല്ലേ. അത് സാരയില്ല, ഇതുകൂടെ കുടിച്ചോ. ജിനുവേച്ചി. എന്നാ സൗമ്യേ? ഇന്നാ ഈ പാല് പൊന്നൂസിന് കൊടുത്തോ. നീ തുണി കഴുകാൻ പോവാണോ? എന്നാലേ സൗമ്യമോൾ മാറിയിട്ടിരിക്കുന്ന ഡ്രസ്സും ബെഡ്ഷീറ്റൊക്കെ അവിടെ കിടപ്പുണ്ട്. അതും കൂടി എടുത്തൊന്ന് കഴുകി തേച്ച് കൊടുത്തേക്ക്. ആ, ചെയ്യാമ്മേ. ഇന്ന് വൈകിട്ടത്തേക്ക് നീ എന്തു ഉണ്ടാക്കുന്നേ? അത് പൊന്നൂസിന് വൈകിട്ടത്തേക്ക് ദോശ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ നമുക്കെല്ലാവർക്കും ദോശയാക്കിയാലോ അമ്മേ? ദോശ ഉണ്ടാക്കണ്ട. സൗമ്യമോളെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കണം. അവൾക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ഇനി ദോശ വേണമെങ്കിൽ നാളെ ഉണ്ടാക്കാം. അമ്മേ, നമ്മുടെ അയൺ ബോക്സ് എന്തേ? എനിക്ക് ഈ സാരി ഒന്ന് തേക്കാനായിരുന്നു. അതകത്തുണ്ട് മോളെ. നീ അതവിടെ വെച്ചോ, ഞാൻ അവളോട് പറയാം. അത് വേണ്ടമ്മേ, ചേച്ചിക്ക് ഇവിടെ ഒത്തിരി പണിയുള്ളതല്ലേ. അതിനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾ എന്താ അവിടെ ഇത്ര മലമറിക്കുന്നത്? നിന്നെ പോലാണോ അവൾ? അമ്മയ്ക്ക് ഇങ്ങനെ ചേച്ചീനെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലേ. അതവിടെ തനിച്ചല്ലേ എല്ലാ പണിയും ചെയ്യുന്നത്. ആരോടും ഒരു പരാതിയും പറയുന്നില്ലല്ലോ. അതിനെന്താ, അവൾക്ക് മോളെപ്പോലെ ജോലിയൊന്നും ഇല്ലല്ലോ. അവളങ്ങ് ചെയ്തോളും. ദേ, മോളവളെ താങ്ങാനൊന്നും നിൽക്കണ്ട കേട്ടോ. ആ, ഒരു കാര്യം മറന്നുപോയി. ജിനുവേച്ചി. എന്താ സൗമ്യേ? ജിനുവേച്ചി കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിന് പോയില്ലേ? അവിടുത്തെ മേഡം എന്നെ വിളിച്ചായിരുന്നു. നാളെ ചെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. നല്ല സാലറിയൊക്കെ ഉള്ള ജോലിയാ. ആണോ? എല്ലാം സൗമ്യേ നീ കാരണം. നീ അന്ന് നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാനന്ന് ഇൻ്റർവ്യൂവിന് പോയത്. അയ്യോ, എൻ്റെ കറി കരിഞ്ഞു പോവും. ദാ വരുന്നേ. സൗമ്യേ, ഇവക്കെന്തിനാ ഇപ്പോൾ ഒരു ജോലി? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ടമ്മേ, ചേച്ചിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്. നാളെ തൊട്ട് ചേച്ചി എന്തായാലും ജോലിക്ക് പോവും. പിന്നെ ഇവിടെ ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന അമ്മയ്ക്കാ. അതോർമ്മ വേണം. ഇവളെന്താ ഉദ്ദേശിച്ചത്? ഞാനിവിടുത്തെ പണി മൊത്തം ചെയ്തോണമെന്നല്ലേ?